കാറ്റത്തേക്കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സർട്ടിഫിക്കറ്റ് ഒരിക്കലും കയ്യിൽ കിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത്രയും നാളും ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ കിട്ടുമെന്നറിഞ്ഞപ്പോൾ തന്നെ നിധിക്കത് വലിയ സന്തോഷവും സമാധാനമായി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സുധീഷിനോട് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന്. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും കരുതിയതല്ല. ഇപ്പം എങ്ങനെയുണ്ട്, എന്നെക്കുറിച്ചൊരു മതിപ്പൊക്കെ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സുധീഷ്. അന്നേരം നിധി സുധീഷിനെ ഒന്ന് നോക്കി എന്നിട്ട് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ആ ചെയ്തതൊട്ടും ശരിയായില്ല എന്ന് പറയും. എന്ത് ചെയ്തത് മോശമായെന്നോ? യൂണിവേഴ്സിറ്റിയിലെ ഒരു ജോലിക്കാരുടെ മുന്നിൽ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ റൗഡിയെ പോലെ നിന്നത് അതൊട്ടും ശരിയായില്ല. അത് കാണാൻ വലിയ ഗുണമൊന്നുമില്ല എന്ന് പറയും. ഓ, ഇതിപ്പോ അസൂയ കൊണ്ട് പറയുന്നതാ, എനിക്കറിയാം. ഇത് നിന്റെ പൊസസീവ്നെസ് ആണെന്ന് സുധീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പൊസസീവ്നെസ്സോ അങ്ങനെയൊന്നുമില്ല എന്ന് അവൾ തറപ്പിച്ച് പറയാണ്. പിന്നെ ഈ പറയുന്നത് കേട്ടാ പിന്നെ അറിയാമെന്ന് സുധീഷ് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നില്ല. ഒന്ന് പോ സുധീഷ് എന്ന് പറഞ്ഞ കൂട്ടത്തിന് നിധി ഒഴിഞ്ഞു മാറിക്കൊണ്ട് സംസാരിക്കാണ്. സുധീഷിന് മനസ്സിലായി അവൾ തന്നെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. പുറമേ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ട് എന്ന് അവന് പിടികിട്ടി. ഈ സമയത്തിന് നികേഷും ഹരീഷൊക്കെ വർക്ക്ഷോപ്പിലായിരുന്നു. ചന്തു 2 ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് ഒരെണ്ണം നികേഷിനും ഒരെണ്ണം ഹരീഷിനും കൊടുത്തു. എന്നിട്ട് നികേഷ് ചോദിക്കുന്നു, ഹരീഷേട്ടാ ഇങ്ങനത്തെ ഒരു ബൈക്ക് വാങ്ങിച്ചൂടിനെ ചോദിക്കും. ഇത് പഴയതാണല്ലോ എന്ന് പറയുന്ന സമയത്ത് തന്നെ പഴയതോ? എടാ ഇത് പഴയ മോഡലാ. എടാ നിന്റെ ഡിഗ്രി പഠനമൊക്കെ കഴിയുമ്പോഴേക്കും സുഭാഷേട്ടൻ നിനക്കൊരു പുതിയ ബൈക്ക് തന്നെ വാങ്ങിച്ചു തരും. ഇപ്പോഴത്തെ സ്റ്റൈല് ബൈക്ക്. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ബൈക്കൊന്നും വേണ്ട എന്ന്. അന്നേരം ചന്തു കയറി പറയുന്നുണ്ട്, നീ പഠിച്ചു കഴിഞ്ഞ് സുഭാഷേട്ടനോ ഹരീഷേട്ടനൊക്കെ നിനക്ക് വാങ്ങിച്ചു തരും. നീ എന്തിനാ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത് നികേഷ് എന്നൊക്കെ ചോദിക്കും. അന്നേരം ആയിരിക്കട്ടോ ഒരു കസ്റ്റമർ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ബൈക്കൊക്കെ നോക്കിക്കേ, ഇതിനെന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നതിൽ തന്നെ അയാൾ ചോദിച്ചു, അല്ല ഇതാരാ, അനിയനാണോ എന്ന്. ഹരീഷ് പറയുന്നുണ്ട്, ഇതെന്റെ ഏറ്റവും ചെറിയ അനിയനാണ് എന്ന്. അല്ല ഹരീഷേ, ആ കല്യാണം വീണ്ടും മുടങ്ങിയല്ലേ എന്ന് അയാൾ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഹരീഷിന് വല്ലാത്ത സങ്കടവും ദേഷ്യം വന്നു. കാരണം നികേഷ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഹരീഷ് പറയുന്നുണ്ട്, അതെ അത് എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞില്ലായിരുന്നു, കല്യാണം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ആലോചിച്ചതേ ഉള്ളൂ. കല്യാണ പത്രിക ഒന്നും അടിച്ചിറക്കിയിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ ക്ഷണിച്ചതുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കാര്യമാക്കുന്നത്? അയ്യോ ഹരീഷേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് അയാൾ തിരുത്തി. നിങ്ങൾ വണ്ടിയുടെ കാര്യം പറയാൻ വന്നതാണെങ്കിൽ അത് മാത്രം പറഞ്ഞിട്ട് പോവാൻ നോക്ക്, വീട്ടുകാരൊന്നും അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യപ്പെട്ടു. അയാൾ പോയപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ എന്ന്. ചന്തു പറഞ്ഞു, ഉണ്ടെന്നോ, ഇവിടെ പലരും ഓരോന്നും ചോദിക്കും, കല്യാണം മുടങ്ങിയതിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ്ട ഓരോ ജോലി ചെയ്യുമ്പോൾ പലതും ചോദിക്കും, അതൊക്കെ നേരിടാൻ നമ്മൾ തയ്യാറാണമെന്ന് ഹരീഷ് പറഞ്ഞു കൊടുക്കുകയാണ്. നികേഷിന് വല്ലാത്ത വിഷമമായി. താൻ കാരണമാണോ ഈ വിവാഹം മുടങ്ങിയത് എന്ന് അവൻ ചിന്തിച്ചു. സുഭാഷേട്ടൻ വീട് വിട്ടു പോകുന്നതിനെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ അവൻ അത് താങ്ങാനാവുന്നില്ല. ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങി. ഇത്തിരി കഴിഞ്ഞു പോകാമെന്ന് ഹരീഷ് പറഞ്ഞുവെങ്കിലും നികേഷ് അതൊന്നും തന്നെ കേട്ടില്ല. നികേഷ് വിഷമിച്ചാണ് പോയത് എന്ന് ചന്തു പറഞ്ഞു. അവന് സുഭാഷേട്ടന് കല്യാണം നടക്കാത്തതിൽ നല്ല സങ്കടമുണ്ട്, എന്ത് ചെയ്യാനാ, പറ്റിയ പെൺകുട്ടികൾ വേണ്ടേ എന്ന് ഹരീഷും പറഞ്ഞിങ്ങനെ സമാധാനിക്കാണ്. ഇതേ സമയം നിധിയും സുധീഷും വീട്ടിലേക്ക് പോവായിരുന്നു. നിധി ഭയങ്കര ഹാപ്പിയാണ്. സുധീഷ് പറയുന്നത്, ഇന്ന് ജോലിക്ക് പോലും പോവാതെ നിനക്ക് വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റി വരെ വന്നതല്ലേ, എന്നിട്ട് ഒരു ട്രീറ്റ് പോലും തന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നും 2 ആഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി എന്നും പറയാണ് നിധി. താങ്ക്സ് പറഞ്ഞപ്പോൾ താങ്ക്സ് കൊണ്ട് ഒതുക്കേണ്ട, നല്ല ട്രീറ്റ് തന്നെ വേണമെന്നും സുധീഷ് പറയാണ്. വണ്ടി ഒരു സൈഡിൽ നിർത്താൻ നിധി ആവശ്യപ്പെട്ടു. എന്തിനാ നിർത്തിയത് എന്ന് സുധീഷ് ചോദിച്ചിട്ടും അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇവിടുത്തെ എങ്ങോട്ടാക്കാ പോകുന്നത് എന്ന് സുധീഷ് നോക്കി നിന്നപ്പോൾ ദാ വരുന്നു നിധി 2 ഐസ്ക്രീമും കൊണ്ട്. ഇത് പിടിക്കുകയെന്ന് പറഞ്ഞപ്പോൾ സുധീഷ് കളിയാക്കി. കൊള്ളാലോ, ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞ് കാർ ഓടിച്ച് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തതിന് തന്നിരിക്കുന്ന 40 രൂപയുടെ ഐസ്ക്രീം, നീ കൊള്ളാം. തൽക്കാലം ഇത് മതിയെന്നും ജോലി കിട്ടുമ്പോൾ നല്ല ട്രീറ്റ് തന്നെ തരാമെന്നും അവൾ പറയാണ്. എല്ലാവരെയും കൊണ്ടുപോയിട്ട് ട്രീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ മാത്രം മതിയാവില്ലേ എന്ന് സുധീഷ് തിരിച്ചു ചോദിച്ചു. അത് ശരിയാവില്ല, കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയാണ് നിധി. അന്നേരം ഇത്ര പെട്ടെന്ന് കുടുംബക്കാരൊക്കെ ആയല്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ നിധി ഒന്ന് നോക്കി. തൽക്കാലം തർക്കം വേണ്ട എന്ന് പറയാൻ അവള്. ഐസ്ക്രീം വാങ്ങിച്ചു തന്നതിൽ സുധീഷ് വീണ്ടും പരിഹസിച്ചു. അവിടെ വെച്ച് കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടതല്ലേ എന്ന് അവൾ ഓർമ്മിപ്പിക്കാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പൊസസീവ്നെസ് ആണെന്ന് സുധീഷ് പറഞ്ഞു. അന്നേരവും എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് നിധി തറപ്പിച്ചു പറയാണ്. പിന്നെന്തിനാ ബട്ടൺസ് അഴിച്ചിട്ടതിനെ പറ്റിയിട്ട് കുറെ അധികം ചീത്ത പറഞ്ഞത് എന്ന് ചോദിക്കാണ് സുധീഷ്. യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മര്യാദയില്ലേ, കോളേജ് പിള്ളേർ സ്റ്റൈല് കാട്ടുന്നത് പോലെ നടക്കാതെ എന്നൊക്കെ പറഞ്ഞ് നിധി സുധീഷിനെ അനുകരിച്ച് കാണിച്ചു. അത് കണ്ട് സുധീഷിന് അങ്ങ് ചിരി വരികയാണ്. ഒന്നുകൂടി കാണിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും അതങ്ങ് കാണിച്ചു കൊടുത്തു. സുധീഷ് അവിടെ നിന്നിങ്ങനെ ചിരിക്കാണ്. ഇങ്ങനെയൊക്കെ അനുകരിക്കാൻ അറിയാമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിതൊക്കെ അറിയാമെന്നും
ഇനി ആ റൗഡിത്തരമൊന്നും ഇവിടെ വേണ്ട എന്നും നിധി അവനോട് പറയൂ. അതേസമയം ഹരീഷ് നികേഷിനെ വിളിച്ചിട്ട് വീട്ടിലെത്തിയോ എന്ന് ചോദിക്കും. എത്തിയെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ചന്തു എന്തിനാ അവനെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ വിഷമത്തിലാണ് പോയത് എന്ന് ഹരീഷ് പറയാണ്. ഇതിലിത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഹരീഷേട്ടാ എന്ന് ചോദിക്കുകയാണ് ചന്തു. എനിക്കില്ലെങ്കിലും നികേഷിന് അതല്ലല്ലോ, അവന് സങ്കടമായിട്ടുണ്ട് എന്ന് ഹരീഷ് പറയും. അപ്പോഴാണ് നീതു അങ്ങോട്ടേക്ക് വരുന്നത്. ചന്തു പറയുന്നുണ്ട്, ദാ വരുന്നു ഹരീഷേട്ടന്റെ ആള്. നീതു വന്നിട്ട് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കഴിക്കാൻ പറയും. ഹരീഷ് ഒന്ന് നോക്കി. അപ്പോഴേക്കും ചന്തു അതെടുത്ത് കഴിച്ചു. ഹരീഷിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കാണ് നീതു. ഒന്നുമില്ല എന്ന് ഹരീഷ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് സംസാരിച്ചു. സുഭാഷേട്ടന്റെ കല്യാണം മുടങ്ങിയത് കടയിൽ വന്നവരൊക്കെ പറയുമ്പോൾ അവന് വലിയ സങ്കടമുണ്ട്. നീതുവിനെ നീ ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചന്തു ഹരീഷിനോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് നീതു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാണ്. സുഭാഷേട്ടന്റെ കല്യാണം നടക്കാത്തത് അവിടെ പെണ്ണില്ലാത്തത് കൊണ്ടല്ലേ എന്ന് നീതു ചോദിച്ചു. നിധി വന്നില്ലേ, ഇനി ഞാനും കൂടി വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവുമെന്ന് അവള് പറഞ്ഞു. ഹരീഷ് അന്നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു, നിനക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ സമ്മതമാണോ എന്ന്. ആഹാ, കോളടിച്ചല്ലോ എന്ന് ചന്തു പറഞ്ഞു. ഇതെന്തൊരു ചോദ്യമാണ് ഹരീഷേട്ട, എനിക്ക് 100 വട്ടം സമ്മതമാണ് എന്ന് നീതു ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ മറുപടി പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നല്ലാതെ എവിടെ വന്ന് നിൽക്കുമോ എന്ന് അവൾ തിരിച്ചേ ചോദിക്കണേ. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഏട്ടൻ സുഭാഷ് ഏട്ടനെ നീ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഹരീഷ്. അന്നേരം നീതു ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. എന്താ ഹരീഷേ നീ പറയുന്നത്? ഇത് വല്ല തമാശയാണോ? തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് ഹരീഷ് പറഞ്ഞു. ദേ, അനാവശ്യം പറയരുത്. ഹരീഷിന്റെ പിന്നാലെ നടന്നു എന്ന് കരുതിയിട്ട് ചേട്ടനെ കെട്ടാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നവളെന്നല്ല എന്നൊക്കെ പറഞ്ഞ് നീതു ഹരീഷിനോടങ്ങ് പൊട്ടിത്തെറിക്കണേ. ഇത്രയും കാലം അവനെ സ്നേഹിച്ചത് വെറുതെ ആയിപ്പോയി. ആരെ കെട്ടണമെന്നത് എൻ്റെ തീരുമാനമാണ്. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് നീതു ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. ഇതെന്തൊരു പെരുമാറ്റാണ് ഹരീഷേട്ടാ, നാണക്കേടായി പോയല്ലോ എന്ന് ചന്തു ചോദിച്ചു. സുഭാഷേട്ടന്റെ കല്യാണം വീട്ടിൽ പെണ്ണുകൾ വാഴാത്തത് കൊണ്ടാണല്ലോ എന്ന് സംശയമുണ്ട്. ഇപ്പൊ നിധി വന്നിട്ടുണ്ട്, ഇനി ഇവളും കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ സുഭാഷേട്ടന് ഒരു ജീവിതം ഉണ്ടാവില്ലേ എന്ന് ഹരീഷ് ചോദിക്കാണ്. നീതു ഹരീഷിനെ കാണാനല്ലേ വന്നത്, സുഭാഷേട്ടനെ കെട്ടാനൊന്നും അവൾ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചന്തു ചോദിച്ചപ്പോൾ ഹരീഷിനാകെ വിഷമമായിരുന്നു. അവൾ വീട്ടിലേക്ക് വന്ന സുഭാഷേട്ടന് ഒരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഹരീഷ് അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞത്. പിന്നീട് സുഭാഷും സുധീഷും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ നികേഷും നിധിയും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളൊന്നും കഴിച്ചില്ലേ എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ വിശക്കുന്നില്ല എന്ന് പറയാൻ അവര്. ഞാൻ വരാത്തത് കൊണ്ടല്ലേ നീ കഴിക്കാത്തത് എന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു. അന്നേരം നിധി അത് നിഷേധിച്ചു. സുഭാഷ് ആഹാരം എടുക്കാൻ പോയപ്പോൾ സുധീഷ് വീണ്ടും കളിയാക്കി. എന്നെ നോക്കിയിരുന്നില്ലേ, ഭർത്താവ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കല്ലേ എന്നൊക്കെ ചോദിക്കും. സുധീഷ് വന്ന ഓടിച്ചിട്ട് അടിച്ചിട്ട് 3 പേർക്കും കൂടി അവിടെ ഇരുന്ന് കഴിക്കാനായിരുന്നു പ്ലാന് എന്ന് നിധി പറയും. അത് കേട്ടപ്പോൾ നികേഷ് അങ്ങ് ചിരിക്കാണ്. സുഭാഷ് ആഹാരം വെച്ചപ്പോഴാണ് നീതു കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് സുധീഷ് പറഞ്ഞു. നീതു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് തന്നെ ഹരീഷിനെ പരാതി പറയാണ്. ഇനി ഞാൻ ഒരിക്കലും അവന്റെ പിന്നാലെ നടക്കില്ല, നടന്നാൽ ചെരുപ്പൂരി അടിച്ചോളാൻ തന്നെ അവൾ പറഞ്ഞു. എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ സുഭാഷേട്ടനറിയാലോ എനിക്ക് ഹരീഷിനെ എത്രമാത്രം ഇഷ്ടമാണ് എന്ന്. എന്നിട്ട് അവൻ എന്നോട് ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത മോശമായ കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവൾ അത് പറയും. അവൻ അത്ര വൃത്തികെട്ടവനൊന്നുമല്ല എന്ന് സുഭാഷ് പറഞ്ഞു തിരുത്തിയെങ്കിലും നീതു അതൊന്നും സമ്മതിച്ചില്ല. അവനെപ്പോലൊരു വൃത്തികെട്ടവനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് തന്നെ അവൾ പറഞ്ഞു. കാര്യം എന്താ എന്ന് പറയാമെന്ന് നികേഷ് ആവശ്യപ്പെടുകയാണ്. കടയിൽ ചെന്നപ്പോൾ സുഭാഷേട്ടനെ കല്യാണം നടക്കാത്തതിലുള്ള വിഷമം പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ചോദിച്ച് വീട്ടിലേക്ക് വരാൻ തയ്യാറാണോ എന്ന്. ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നത് എങ്കിൽ സുഭാഷേട്ടന്റെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് വരാമോ എന്നാണ്. അത് കേട്ടപ്പോൾ നികേഷും സുധീഷും അങ്ങ് ഞെട്ടിപ്പോയി. അയ്യോ നീതു, അത് നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് സുഭാഷ് പറഞ്ഞുവെങ്കിലും നീതു വിട്ടില്ല. ഹരീഷ് വരുമ്പോൾ നേരിട്ട് ചോദിച്ചു നോക്കാൻ തന്നെ അവള് പറഞ്ഞു. സുധീഷും നികേഷും ഇത് കേട്ട് ചിരി തുടങ്ങി. ദേ, നിങ്ങൾ ചിരിക്കണ്ട, അവന്റെ പിന്നാലെ നടന്നതെല്ലാം വെറുതെയായി. സുഭാഷേട്ട, ഇത് ക്രൂരതയാണെന്ന് നീതു പറഞ്ഞു. നീതു, ഇങ്ങനെയൊന്നും പറയരുത്, അവൻ വരുമ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് പറഞ്ഞുവെങ്കിലും നീതു അതൊന്നും തന്നെ കേൾക്കാതെ സങ്കടപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അവള് പോയി കഴിഞ്ഞപ്പോൾ സുധീഷും ഹരീഷും കൂടി ചിരി തുടർന്നു. ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ ചിരിക്കാണോ എന്ന് നിധി ചോദിക്കാണ്. ഹരീഷിനെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണമെന്ന് അവര് പറഞ്ഞു. അവന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടല്ലേ. അവന് ശരിക്കും ഭ്രാന്തായെന്ന് സുഭാഷ് സങ്കടത്തോടെ പറയാണ്. തനിക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് സുഭാഷ് ചിന്തിച്ചു. സുഭാഷേട്ടന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അനിയൻ തനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട ആ ഒരു അവസ്ഥ സുഭാഷിനെ ശരിക്കും തളർത്തി കളഞ്ഞിരുന്നു. അതേപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഹരീഷ് വർക്ക്ഷോപ്പിൽ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. ഉമ്മറത്ത് എല്ലാവരും കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ട് എന്ന് ഹരീഷിന് തോന്നി. സുധീഷും നികേഷും അവനെ നോക്കി കണ്ണ് കാണിച്ച് ചിരിച്ചതും ഹരീഷ് പതുക്കെ ചോദിച്ചു, എന്താടാ, എന്താ ഇവിടെ വല്ല ഇന്റർവ്യൂ നടന്നോ എന്ന് ചോദിക്കും.
അപ്പോഴേക്കും സുഭാഷ് കസേരയിൽ നിന്നും എഴുന്നേറ്റു. ആ നീ വന്നോ ഹരീഷേ? നീ നീതുവിനോട് എന്താ പറഞ്ഞത്? പാവം ആ പെണ്ണ് ഇവിടെ വന്ന് കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയും. ഹരീഷ് ഒന്ന് കൂളായിട്ട് ഷർട്ടിന്റെ കൈയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, ഞാൻ മോശമായിട്ടൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. അവൾ നമ്മളുടെ വീട്ടിലേക്ക് വരാൻ അത്ര ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏട്ടന്റെ ഭാര്യയായിട്ട് വരുന്നതല്ലേ മര്യാദ. എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് ഞാൻ അവളോട് ഒരു 100 വട്ടം പറഞ്ഞതാണ്. പിന്നെ ഏട്ടന്റെ കല്യാണം മുടങ്ങിയതിന് കാരണം ഈ വീട്ടിൽ പെണ്ണുകൾ വാഴില്ല എന്നുള്ള നാട്ടുകാരുടെ പറച്ചിലല്ലേ. അത് മാറ്റാൻ വേണ്ടിയിട്ട് നീതുവിനെ പോലെ ഒരാൾ വന്നാ മതിയെന്ന് എനിക്ക് തോന്നി. ഇത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ഹരീഷേ, നീ ഈ പറയുന്നതിൽ വല്ല ലോജിക്കും ഉണ്ടോ? ഒരാളെ സ്നേഹിക്കുന്നത് മറ്റൊരാളെ കെട്ടാൻ വേണ്ടിയിട്ടല്ലോ. നിന്റെ ഈ ത്യാഗം കാരണം ആ പെണ്ണിന്റെ സങ്കടം നീ കണ്ടിട്ടുണ്ടോ? നിധി അങ്ങനെ ചോദിച്ചപ്പോൾ ഹരീഷ് ഒന്ന് തണുത്തു. നിധിയെടുത്തി, എനിക്ക് എന്റെ ഏട്ടന്റെ ജീവിതം ശരിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയും. ആ രാത്രി അന്ന് ആർക്കും തന്നെ ശരിക്കും ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ സുഭാഷ് ഒരു തീരുമാനമെടുത്തു. അവൻ ആരോടും പറയാതെ നീതുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നീതു കണ്ണും വീർപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. സുഭാഷേട്ടനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത അത്ഭുതവും ഒപ്പം സങ്കടവും വന്നു. നീതു, ഹരീഷ് പറഞ്ഞത് അവന്റെ ബുദ്ധിശൂന്യത കൊണ്ടാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, മറിച്ച് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടത്തണമെന്ന് അവൻ വാശി പിടിക്കുന്നത്. നീ അവനോട് ക്ഷമിക്ക്. സുഭാഷേട്ടന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നീതുവിന്റെ ദേഷ്യം പതുക്കങ്ങ് അലിഞ്ഞില്ലാതായി. സുഭാഷേട്ട, എനിക്ക് ഹരീഷ് അല്ലാതെ മറ്റൊരാളെ ആ ഒരു സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവൻ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും വലിയൊരു കാര്യം എന്നോട് ചോദിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഒടുവിൽ സുഭാഷ് അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്കെത്തി. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെറിയൊരു കുടുംബയോഗം തന്നെ നടന്നു. നിധി മുൻകൈയെടുത്ത് സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് നിധി പറഞ്ഞു. ഹരീഷെ, നീ ഏട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ഏട്ടനെ സന്തോഷിപ്പിക്കുക എന്നാണ്. നീതുവിനെ നീ വിവാഹം കഴിച്ചാൽ അത് ഏട്ടന് വലിയ ആശ്വാസമായിരിക്കും. പിന്നെ ഏട്ടന്റെ കല്യാണം അത് നടക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ നടത്തും. അതിനു വേണ്ടിയിട്ട് നീ നിന്റെ ജീവിതം ഒരിക്കലും കളയരുത് എന്ന് പറയും. സുധീഷും അതോടൊപ്പം തന്നെ ചേർന്ന് പറഞ്ഞു. അതേടാ, നീ ഇപ്പൊ കാണിക്കുന്നത് ശരിക്കുമുള്ള സ്നേഹമല്ല, വാശിയാണ്. നീതുവിനെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം വേണം. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഹരീഷിന്റെ മനസ്സൊന്നു മാറി. അവൻ പതുക്കെ സുഭാഷേട്ടനെ നോക്കി. സുഭാഷ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എടാ, നീ സമാധാനമായിട്ടിരിക്ക്. നിന്റെ കല്യാണം ആദ്യം നടക്കട്ടെ. അല്ലാതെ പെണ്ണുങ്ങൾ വാഴാത്ത വീടാണോ ഇതെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹരീഷ് നേരെ നീതുവിനെ ഫോണിൽ വിളിച്ചു. നീതു, എനിക്ക് തെറ്റുപറ്റി. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. നമുക്ക് വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. ആ ഒരു വാക്കിൽ നീതുവിന്റെ ലോകം തന്നെ അങ്ങ് മാറി മറിഞ്ഞു. വൈകാതെ തന്നെ ഹരീഷിന്റെയും നീതുവിന്റെയും കല്യാണം ഉറപ്പിച്ചു. സുഭാഷ് എല്ലാത്തിനും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നീക്കി. നിധിയും സുധീഷും ചേർന്നുകൊണ്ട് തന്നെ ആ വീടാകെ സന്തോഷത്തിലാക്കി. ഹരീഷ് തിരിച്ചറിഞ്ഞു, സ്നേഹം എന്നത് മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ കൂടി വേണ്ടിയിട്ടാണ് എന്ന്. അങ്ങനെ ഹരീഷിന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി തന്നെ പിന്നെ സുഭാഷേട്ടന്റെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരുമെന്നൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.